ഹേ ഗായ്സ്, ഇപ്പൊ സ്ട്രോബെറി സീസൺ ആയതുകൊണ്ട് നമുക്ക് വലിയ വിലക്കുറവിൽ നമുക്ക് സ്ട്രോബെറി കിട്ടും. ഭയങ്കര വിലക്കുറവാണെന്ന് അറിയാൻ പാടില്ല. 100 രൂപ ഒരു ബോക്സിന് ഞാൻ വാങ്ങിച്ചപ്പോൾ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇനി എത്ര രൂപ കമന്റ് ചെയ്തൊക്കെ. ഇതിനു മുന്നേ നമ്മൾ ഷേക്ക് ഉണ്ടാക്കിയപ്പോഴേക്കും സ്ട്രോബെറി പ്ലസ് മാംഗോ, സ്ട്രോബെറി പ്ലസ് അവക്കഡോ അങ്ങനെ കോമ്പിനേഷനാണ് നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷെ ഇന്ന് ഞാൻ വേറെ കോമ്പിനേഷൻ ഒന്നും ട്രൈ ചെയ്യുന്നില്ല. സ്ട്രോബെറി ഷേക്ക് ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കാരണം സ്ട്രോബെറി സീസൺ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാൻ പറ്റൂല. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സ്ട്രോബെറി ഷേക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് അവർ ഉപയോഗിക്കുന്ന ഐസ്ക്രീമാണ്. സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞാൻ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കി കുടിക്കാൻ പോകുന്നത്. ആക്ച്വലി സ്ട്രോബെറി ഷേക്ക് നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കി കുടിക്കാൻ പോകുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. ഞാൻ വാങ്ങിച്ച സ്ട്രോബെറിക്ക് അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ സ്ട്രോബെറിയും ഇങ്ങനെ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ലുലു പോയപ്പോൾ നമ്മൾ പ്രീമിയം സ്ട്രോബെറീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം പുളി തന്നെയായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ഷേക്കിന്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ബിക്കോസ് ഐസ്ക്രീം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷേക്കും റിയൽ ഫ്രൂട്ട്സ് കൊണ്ടുണ്ടാക്കുന്ന ഷേക്കും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ അത്രയുള്ളൂ, അടുത്ത വീഡിയോ കാണാം.